മരിച്ച ആര് കരയും? റോബിൻ ഹുഡിൻ്റെ ഒരു നോവലുണ്ട്, ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ, നിങ്ങൾ മരിക്കുമ്പോൾ ആര് കരയുമെന്ന്. അത് ഓർത്ത് ചിരിച്ച ഒരു സംഭവം ഈയിടെ ഉണ്ടായി. കാര്യം അതൊരു മരണമൊക്കെ ആണെങ്കിലും ഒരു പകൽ വീട്ടിലെ ഒരമ്മച്ചി കുറേ നാളായിട്ട് പരിചയമുള്ളതാണ്. അമ്മച്ചിയുടെ മരണസമയത്ത് എത്താൻ സാധിച്ചില്ലെങ്കിലും ശവസംസ്കാരത്തിൽ പങ്കെടുക്കാനായി വീട്ടിൽ എത്തുകയുണ്ടായി. അധികം ആളൊന്നുമില്ല. വിദേശ രാജ്യങ്ങളിലായിരുന്ന മക്കൾ 4 പേര് ഡ്രസ് കോഡൊക്കെ സംഘടിപ്പിച്ച് ഡീസൻ്റായിട്ട് നിൽപ്പുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ആ വീട്ടിൽ അമ്മച്ചിക്ക് സഹായിയായിരുന്ന ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയും കരയുന്നുണ്ട്. അമ്മച്ചിയെ ഈ പകൽ വീട്ടിൽ കൊണ്ടുവരികയും ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോവുകയും ചെയ്തിരുന്ന ഒരു ഡ്രൈവറുണ്ട്. ആ പയ്യനും കണ്ണിൽ നനവോടെ നിൽക്കുന്നത് കണ്ടു. ഞാൻ ശരിക്കും ചിന്തിച്ചു, ഇവർക്ക് തീർച്ചയായും ഈ അമ്മച്ചിയുടെ മരണത്തിൽ വിഷമമുണ്ടല്ലോ. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സഹായിയായിരുന്ന സ്ത്രീ വേറെ അവരുടെ ഒരു ബന്ധുവിനോട് പറഞ്ഞ് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അമ്മച്ചിയായിരുന്നപ്പം എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. അമ്മച്ചി വളരെ സ്നേഹപൂർവ്വം ഇടപെടുമായിരുന്നു. തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ എന്നെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കുമായിരുന്നുള്ളൂ. ഇനി ഞാൻ പോകുന്നിടത്ത് എങ്ങനെയായിരിക്കുമാവോ? ഞാൻ ഉള്ളിൽ ചിന്തിച്ചു തുടങ്ങി. അത് കൊള്ളാമല്ലോ. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ ഡ്രൈവർ എന്തിനായിരിക്കും കരഞ്ഞത്? കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പയ്യനെ കാണാനിടയായി. പയ്യൻ പറയുകയുണ്ടായി, ഈ അമ്മച്ചിയെ പകൽ വീട്ടിൽ കൊണ്ടുപോയാൽ മതിയായിരുന്നു, പിന്നെ വല്ലപ്പോഴും ഒന്ന് ഹോസ്പിറ്റലിലും പള്ളിയിലും കൊണ്ടുപോകണമായിരുന്നു, മാസ ശമ്പളം കിട്ടുമായിരുന്നു. ഇനിയിപ്പം ഓടിക്കുന്ന ഓട്ടോ അനുസരിച്ചല്ലേ ഉള്ളൂ, വേറെ എവിടെയെങ്കിലും കയറിയാലും കിട്ടുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ചിരിക്കാതെ എന്ത് ചെയ്യാം? ആത്മാർത്ഥത ഇല്ലാതായിരിക്കുന്നു. മനുഷ്യർ വിഷമിക്കുന്നുവെന്ന് കരുതുമ്പോഴും അവരുടെ ഉള്ളിലെ ചിന്തകൾ വേറെ ആയിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഏതായാലും ഏറെ ഇരുത്തി ചിന്തിപ്പിച്ച ഒരു കാര്യമായി പോയി കേട്ടോ. നന്ദി.